കൂടുതൽ വിവരങ്ങളുമായി ഹരികുമാർ ചേരുകയാണ്. ഹരികുമാർ, തിരഞ്ഞെടുപ്പ് പര്യടനം എല്ലാ മുന്നണിയിലെയും സ്ഥാനാർത്ഥികൾ വളരെ ശക്തമായി തന്നെ സജീവമായി തന്നെ നടത്തുകയാണ്. മണ്ഡലത്തിലെ ഇന്നത്തെ പ്രചരണ പരിപാടികൾ എന്തൊക്കെയാണ്? ഇനി എന്തൊക്കെ പരിപാടികളാണ് വരാനിരിക്കുന്നത്? സൈമ, കേരള രാഷ്ട്രീയം തന്നെ ഇപ്പോൾ നിലമ്പൂർ മണ്ഡലത്തിലാണെന്ന് പറയാം. മണ്ഡലത്തിന് പുറത്തുള്ള വിഷയങ്ങൾ കൂടി തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് നേതാക്കൾ വിഷയമാക്കിയിരിക്കുകയാണ്. മൂന്ന് മുന്നണികളും ശക്തമായ തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ്. നല്ല നിലമ്പൂരിന് ആര്യാടൻ ഷൗക്കത്ത് എന്ന മുദ്രാവാക്യവുമായാണ് UDF തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ആര്യാടൻ ഷൗക്കത്തിന്റെ പിതാവായ ആര്യാടൻ മുഹമ്മദ് പൂർത്തിയാക്കിയ അല്ലെങ്കിൽ നടപ്പിലാക്കിയ പദ്ധതികൾ, വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് UDF വോട്ട് അഭ്യർത്ഥിക്കുന്നത്. അമരമ്പലം പഞ്ചായത്തിലാണ് ഇന്ന് രാവിലെ മുതൽ ആര്യാടൻ ഷൗക്കത്ത് പര്യടനം നടത്തുന്നത്. ഉച്ചയ്ക്ക് ശേഷം ചുങ്കത്തറ പഞ്ചായത്തിലെത്തും. വീടുകൾ കയറിയുള്ള ഒരു പ്രചാരണ പരിപാടികളാണ് ഇപ്പോൾ പ്രത്യേകിച്ചും പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് നടത്തുന്നത്. ഇതോടൊപ്പം തന്നെ കൺവെൻഷനുകളും നടത്തി അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ കൺവെൻഷനുകൾ നടക്കും. LDF തുടരും, നിലമ്പൂർ വളരും എന്നുള്ളൊരു മുദ്രാവാക്യവുമായാണ് LDF തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. നിലമ്പൂർ സ്വദേശിയായ M സ്വരാജിന്റെ മേന്മകളും ഗുണങ്ങളും വിവരിച്ചാണ് LDF വോട്ട് അഭ്യർത്ഥിക്കുന്നത്. ഇതോടൊപ്പം തന്നെ അടുത്ത 13, 14, 15 തീയതികളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മണ്ഡലത്തിലെത്തുന്നുണ്ട്. അദ്ദേഹം 7 പഞ്ചായത്തുകളിൽ നടക്കുന്ന കൺവെൻഷനുകളിൽ മുഖ്യമന്ത്രി നേരിട്ട് പങ്കെടുക്കും. ഇത്തരത്തിൽ വളരെ വിപുലമായ പ്രചരണ പരിപാടികളാണ് LDF വിഭാവനം ചെയ്തിരിക്കുന്നത്. NDAയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷന് നാളെ തുടക്കമാവുകയാണ്. NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജ് ഇന്ന് മൂത്തേടം പഞ്ചായത്തിലാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നത്. അദ്ദേഹവും വിവിധ കേന്ദ്രങ്ങളിൽ ശക്തമായ പ്രചാരണ പരിപാടികൾ കഴിഞ്ഞ ദിവസം മുതൽ ആരംഭിച്ചിട്ടുണ്ട്. നാളെ വൈകിട്ട് 4 മണിക്ക് നിലമ്പൂർ കോടതിപ്പടിയിലാണ് NDAയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടക്കുന്നത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നത്. കേരളത്തിലെ NDAയുടെ പ്രധാന നേതാക്കളെല്ലാം തന്നെ നാളെ ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്നുണ്ട്. അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ ശക്തമാക്കാനാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം കൂടുതൽ ശക്തമാക്കാനാണ് NDAയുടെ തീരുമാനം. എന്തായാലും നാളെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതിനുള്ള അവസാന തീയതിയാണ്. നിലവിൽ 14 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. നാളെ എത്ര പേർ പത്രിക പിൻവലിക്കും എന്നറിഞ്ഞ ശേഷം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി പട്ടിക വ്യക്തമാകും. ശൈവ. ശരി ഹരികുമാർ, തെരഞ്ഞെടുപ്പിന് 2 ആഴ്ച മാത്രം ബാക്കി നിൽക്കെ നിലമ്പൂരിൽ എല്ലാ സ്ഥാനാർത്ഥികളും പ്രചരണ രംഗത്ത് ശക്തമാണ്. വളരെ സജീവമായി തന്നെ എല്ലാ മുന്നണികളും പ്രമുഖ നേതാക്കളും എല്ലാം നിലമ്പൂരിലെത്തുകയാണ്. വിവരങ്ങൾ നൽകിയത് ഹരികുമാറായിരുന്നു.